ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് അർജുൻ്റെ ലോറി കണ്ടെത്തിയ മുങ്ങൽ വിദഗ്ധരിൽ ഒരു മലയാളിയുണ്ട്. കൊല്ലം സ്വദേശി ജോമോൻ. പുള്ളി ഇദ്ദേഹം ഇപ്പോൾ ജോമോൻ 24-നൊപ്പം ചേരുകയാണ്. ദൗത്യം ദുഷ്കരമായിരുന്നു എന്ന് ജോമോൻ ഓർമ്മിക്കുന്നു. അരുൺ പൂപ്പറമ്പ ഷെഡ്യൂളിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ നിന്നും ആ അർജുൻ്റെ ലോറി കണ്ടെത്തിയ പരിശോധനയിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ആ സംഘത്തിലുള്ള മുങ്ങൽ വിദഗ്ധനിൽ ഒരാൾ മലയാളിയാണ്. ആ മലയാളി ജോമോൻ നമ്മോടൊപ്പം ചേരുകയാണ്. ജോമോൻ, എങ്ങനെയായിരുന്നു ആ ഒരു നിമിഷം? അത് ആദ്യം കണ്ടപ്പോഴെങ്ങനെയായിരുന്നു? ആദ്യം ഞങ്ങൾ കുറേ തപ്പിയിട്ടും കിട്ടിയിട്ടില്ലായിരുന്നു. ഓൾറെഡി ലോറി മണ്ണിനടി ചെളിയിലായിരുന്നു. ചെളി എന്ന് പറയാൻ പറ്റത്തില്ല, കല്ല് നിറഞ്ഞ കട്ടിയുള്ള മണ്ണും അങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു. പിന്നെ ടീം വർക്കിൻ്റെ ഇതായിട്ട് ഡ്രഡ്ജിങ് നടത്തി അത്യാവശ്യം ഓൾറെഡി ഇവിടുന്ന് ഒരു ലാഡറിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട്. അന്നേരം ആ ഒരു ബേസ് ചെയ്താണ് ഈ ഒരു ഏരിയയിൽ സെർച്ച് ചെയ്യുകയും ഡ്രഡ്ജ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ലോറിയുടെ പാർട്ട് കിട്ടി. ലോറിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു അടിയിൽ? ഓൾമോസ്റ്റ് ചരിഞ്ഞ് കിടന്നായിരുന്നു മൊത്തം. നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത് മനസ്സിലായിരുന്നു ഇത് ഈ അർജുൻ്റെ ലോറിയുടെ പാർട്ടാണെന്ന്? അങ്ങനെ എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നു? ആദ്യം തന്നെ മനസ്സിലായില്ല. പിന്നെ ജസ്റ്റ് ആ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോയ്ക്കകത്ത് ചേസിൻ്റെ ആ ഒരു സൈഡില്ല, ബമ്പറിൻ്റെ സൈഡ് സ്ട്രോങ് എന്ന് എഴുതിയപ്പോൾ ഉണ്ടായിരുന്നു. ആ സ്ട്രോങ്ങിൻ്റെ ആ ഒരു ഫോട്ടോയും മറ്റേ കുറച്ച് കളറിന് അതൊക്കെ വെച്ചാണ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തത്. ജഗന്നാഥിൻ്റെയും അതോടൊപ്പം തന്നെ അവർ രണ്ടുപേരും കൂടി ഉണ്ട്, അതിൻ്റെയും കൂടി തെരച്ചിലിൻ്റെ ഭാഗമാവുമല്ലേ? ഓൾസോ ഇപ്പം അതിനുവേണ്ടി പോവുക, വെയിറ്റിംഗ് ആണ്. അത്ര നിമിഷത്തിൻ്റെ ഭാഗമായി സന്തോഷമുണ്ട്. ഇത്ര നാളും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മോട് സംസാരിച്ചത് ഇന്നലെ അതായത് മുങ്ങൽ വിദഗ്ധ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ജോമോനാണ്. ജോമോൻ പറയുന്ന നിമിഷത്തിൻ്റെ ഭാഗമായതിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് ജോമോൻ പ്രകടിപ്പിച്ചത്.